പ്രകൃതി രമണീയമായ കാഴ്ച. കണ്ണൂർ തലശ്ശേരി കോട്ട അതിമനോഹരം. കെട്ടിടങ്ങളെല്ലാം വളരെ ചെറുതാണ്. ഓഫീസ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കാം. കോട്ടയ്ക്കുള്ളിൽ കൊട്ടാരമൊന്നും കാണാനില്ല. സാധാരണ രീതിയിൽ രാജവാഴ്ച നിലനിൽക്കുന്ന കാലത്ത് കോട്ടയ്ക്കുള്ളിൽ രാജാവും പരിവാരങ്ങളും താമസിച്ചിരുന്ന കൊട്ടാരങ്ങളും കാണാറുണ്ട്. പക്ഷേ ഇവിടെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും എല്ലാം കച്ചവടത്തിനായി വന്ന് കോട്ടക്കൊത്തളങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു. നോക്കൂ, ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഒരു ഇരുമ്പ് കട്ട എന്തിൻ്റെ അവശിഷ്ടമാണെന്ന് മനസ്സിലായില്ല. ഏതായാലും അക്കാലത്തും ഇതുപോലുള്ള ഉപകരണം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഒരു ഉപകരണമാണിത്. പുറത്തേക്കുള്ള ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. വലത്തോട്ട് തിരിഞ്ഞാൽ മുകളിലേക്ക് ചവിട്ടുപടികളുണ്ട്. കോട്ടയുടെ പിൻഭാഗമാണിത്. കോട്ടയുടെ കനത്ത മതിൽക്കെട്ടിന് ചാരി വെട്ടുകല്ലുകൾ പാകിയ നടപ്പാത വളരെ മനോഹരമാണ്. വീണ്ടും മുകളിലേക്ക് സ്റ്റെപ്പുകളുണ്ട്. മുകളിൽ കോട്ടയ്ക്ക് ചുറ്റും അരമതിൽ. ഇടയ്ക്കിതവിടെ പൈപ്പുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഉള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ എല്ലാം കാണാം. പക്ഷേ കോട്ടയ്ക്ക് പുറത്ത് നിന്ന് നോക്കിയാൽ ആരെയും കാണാൻ പറ്റില്ല. ഇവിടെ നിന്നും താഴോട്ട് നോക്കിയാൽ അതീവ ഗർത്തമാണ്. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ചുമരിലെല്ലാം ചെറിയ കിളിവാതിൽ പോലുള്ള അറകളുണ്ട്. ഒരു പക്ഷേ വിളക്കുകൾ കത്തിച്ച് വയ്ക്കുന്നതായിരിക്കാം. എണ്ണ വിളക്കുകളാണല്ലോ പണ്ട് കാലങ്ങളിൽ വെളിച്ചത്തിനായി ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നിന്നും ലൈറ്റ് ഹൗസ് പോലുള്ള വാച്ച് ടവർ കാണാം. വളരെ ഉയരമുള്ള ഒരു ടവർ തന്നെയാണ്. മുകളിൽ നിന്നും ശത്രുക്കളുമേ മറ്റും കാണാൻ വേണ്ടിയായിരിക്കും. ജയിലറ പോലെയുണ്ട് അല്ലേ? അതും പൂട്ടിയിട്ടുണ്ട്. മനോഹരമായ ഒരു കെട്ടിടം, ഒരു ചർച്ച് ആണ്. കോട്ടയ്ക്ക് താഴെ ചർച്ചിൻ്റെ പിൻഭാഗം കടലും. വളരെ നല്ല ഒരു സൈറ്റ് ആണ്. ഇവിടെ മറ്റൊരു ചർച്ച് കൂടിയുണ്ട്.
അവ വളരെ പുരാതനമായിട്ടുള്ളതാണെന്നാണ് രൂപഭംഗിയിൽ നിന്ന് മനസ്സിലാകുന്നത്. കോട്ട വളരെ കനത്തതാണ് കേട്ടോ. വീതിയേറിയ കൽപ്പടവുകൾ. വാച്ച് ടവർ, ലൈറ്റ് ഹൗസ് വളരെ ഭംഗിയുണ്ട്. തല ഉയർത്തി തന്നെ നിൽക്കുന്നു. ഒരു ഷോട്ടിൽ തന്നെ 2 ചർച്ചുകളുണ്ട് ഇവിടെ. അന്ന് 2 വിഭാഗം ആളുകളുണ്ടായിരുന്നോ ആവോ. വേട്ടനായ കൂടി ഉണ്ടല്ലോ. നായ കാവലോ കോട്ടയ്ക്ക്? ഇന്ന് തെരുവോരങ്ങൾ മുഴുവൻ നായ്ക്കളുടെ കൂട്ടമാണല്ലോ അല്ലേ. അങ്ങകലെ കടൽ, വളരെ മനോഹരമുള്ള ദൃശ്യം. എല്ലാ കോട്ടകൾക്കും ചേർന്ന് കടലുകൾ ഉണ്ട് എന്നതൊരു പ്രത്യേകതയാണ്. ആവശ്യഘട്ടങ്ങളിൽ രക്ഷപ്പെടാൻ കടലിലേക്ക്